ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ വേണ്ടത് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻ നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ആ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഡെസേർട്ടാണ്. അധികം പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങളുടെ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഒരു ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും ചോക്ലേറ്റ് ഐസ്ക്രീമാണ് നമ്മുടെ പ്രിപ്പറേഷൻ. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാം എന്ന് നമുക്ക് കണ്ടിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട മെയിൻലി 3 ഇൻഗ്രീഡിയൻസ്, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്, പിന്നെ നമുക്ക് വേണ്ടതാണ് മിൽക്ക് മെയ്ഡ്, പിന്നെ കൊക്കോ പൗഡർ. ഈ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ മേക്കിംഗ് എന്ന് നമുക്കൊന്ന് കണ്ടുവെക്കാം അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാണ്. ഈ ബൗളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി വിപ്പിംഗ് ക്രീം ഈ ബൗളിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെന്തായാലും മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇലക്ട്രോണിക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ നോർമൽ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൊക്കോ പൗഡർ നിങ്ങളുടെ അളവിന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇടാം. ബിക്കോസ് നല്ല ചോക്ലേറ്റ് വേണ്ട നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇടാം. എനിക്കിപ്പോൾ അത്ര ഓവർ ചോക്ലേറ്റ് വേണ്ടാത്തതുകൊണ്ട് എനിക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ. നമ്മൾ കൊക്കോ പൗഡർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറിലോട്ട് ക്രീമായിട്ട് നമുക്ക് കിട്ടിയാലേ കറക്റ്റായിട്ട് നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞ ഉടനെ ഒന്ന് നൈസായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നായി കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് നമുക്ക് ഡിസോൾവ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. വേണ്ടോ അത്യാവശ്യം നല്ല നമുക്ക് വേണ്ട രീതിയിൽ ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ബീറ്റർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം ക്രീമായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആക്ച്വലി ഇതിൽ ഷുഗർ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ഇതിൽ ഓൾറെഡി നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തത് കൊണ്ട് ഇതിൽ ഷുഗറിൻ്റെ ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഷുഗർ വേണമെന്നുള്ളവരാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലോട്ട് ഇനി കുറച്ച് ക്രീമി വേഫേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി ക്രീമി വേഫേഴ്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇടുന്നതാണ്. ബിക്കോസ് എല്ലാവരും ചോക്ലേറ്റ് ഐസ്ക്രീമിൽ എല്ലാവരും ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ, നോ ഇഷ്യൂ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി ആക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ക്രീമി വേഫേഴ്സ് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി നമ്മുടെ ക്രീമി വേഫേഴ്സ് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഡെക്കറേഷൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സംഭവം ചോക്ലേറ്റ് ഐസ്ക്രീം നമ്മുടെ ക്രീമി ആയിട്ട് നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 7-8 hours നമുക്ക് ഫ്രീസറിൽ വെക്കണം. എന്നാലേ നമ്മൾ കറക്റ്റ് ചോക്ലേറ്റ് ഐസ്ക്രീമായി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഫ്രീസറിലോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫ്രീസറിലോട്ട് വെക്കാം. ഒരു മിനിമം 5-6 അല്ലെങ്കിൽ 7 to 8 hours നമ്മളിത് ഫ്രീസറിൽ വെക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ട് കിട്ടുള്ളൂ. നമ്മളോട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു 7-8 hours കഴിഞ്ഞിട്ട് നോക്കാം.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല ഫ്രീസായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാനുള്ള പാകത്തിലായിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് ക്രീം ചീസ് വേഫേഴ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റും ക്രീം ചീസിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് ക്രീം ചീസ് വേഫേഴ്സ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ബ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കി വയ്ക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ ബ്ലോഗ്സ് വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ബ്ലോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.